അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായി ഞങ്ങളെ മക്കങ്ങളെ സ്കൂളെല്ലാം തുടങ്ങിയോണ്ടുള്ള എനിക്കത്തെ ഒരു ടൈമായിട്ട് കിട്ടിയത്. ഞങ്ങളെ മക്കങ്ങ നല്ല പഠിക്കുകയും നല്ല ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി, പഠിക്കുന്ന വിഷയത്തിൽ നല്ല ആവേശ, യാതൊരു മടിയില്ലാണ്ടിക്കുകയായിട്ടും അതേപോലെ ഞങ്ങളെ മക്കളെ സുരക്ഷത ഞങ്ങൾക്ക് യാതൊരു നിലക്കുള്ള തൊന്തര അനാഹുത്ത ബറാണ്ടിക്കുകയായിട്ട് ഞങ്ങൾ ചൊല്ലണ എനിക്കത്തെ ഒന്നു ജൻ്റെ ദിഖറായിട്ട് കിടെ ഇൻ്റെ നാദികളൊട്ടിಗೆ ചൊല്ലത് ഞങ്ങൊന്തോട് മക്കാൻ ചൊല്ലത് പടച്ച റബ്ബ് തന്നെ എനിക്കത്തെ വലിയൊരു അനുഗ്രഹമായിട്ടിക്കടെ അങ്ങ് ഔത്തുൽ ഇന്നേനെ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടിക്കടെ ഇന്നിപ്പോൾ സ്കൂളിലെ ആ ഒരു റജലിലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ മക്കങ്ങ സ്വഭയ്ക്ക് ആ ഒരു സ്കൂളിലെ ബാഗിലിട്ടിട്ട് ആ ഒരു സ്കൂളിൽ പോകേണ്ടത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടിക്കടെ അതിനാണ്ട് വലിയ സന്തോഷമായിട്ടിക്കടെ അസർഗ ആ ഒരു സ്കൂൾ വിട്ട് വേണ്ട സമയമെല്ലാം ഞങ്ങൾക്ക് വലിയ ഖുഷിയായിട്ടിക്കടെ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നത് അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന, മക്കാൻ ചൊല്ലത് അത് സ്വർഗത്തെ നല്ല സുഗന്ധ തന്നെ എനിക്കത്തെ പൂങ്ങായിട്ട് കിടന്നിട്ട് പഠിച്ചോ ഞങ്ങളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തറുമാറാകട്ടെ. പല ഉമ്മമാർ പാരൻസുമാർ ചൊല്ലെ ബേജാറായിട്ട് കിടെ മക്കങ്ങ പഠിക്കില്ല, എനിക്ക് ഒരു നനപ്പ് ശക്തി നിൽക്കില്ല, പഠിച്ചത് വേഗം മറന്നു പോകണ്ടു, അതേപോലെ പഠിക്കുന്ന വിഷയത്തിൽ ഭയങ്കര മടിയായിട്ട് കിടെ. അപ്പോൾ ഇതൊക്കെയുള്ള എനിക്കത്തെ ഒരു ആത്മീയമായിട്ടുള്ള പരിഹാരം. അതേപോലെ ഇപ്പോൾ സുബൈക്ക് മക്കങ്ങ ആ ഒരു സ്കൂൾ പോകണമെന്നുണ്ടെങ്കിലും അങ്ങ് ഒരു അസർഗ് ബണ്ട് ടൈം തോല ഞങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഷന് ഒരു പേടിയെല്ലാം ഇക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ പല നിലക്കുള്ള ആഫത്ത് മുസീബത്ത് അനാഹുത്തങ്ങള പല ഭാഗത്തിലും കണ്ടുകൊണ്ടില്ല. അപ്പം ഞങ്ങളെ മക്കങ്ങൾ എന്തെങ്കിലും ആയിപ്പോവാ, ഞങ്ങളെ മക്കങ്ങൾ ചെറിയ ഒരു നമ്പലാവുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കോ സാധ്യമാവില്ല. അതേ ടൈമിൽ ഞങ്ങളെ മക്കങ്ങൾ എന്തെങ്കിലും ആയിപ്പോവാൻ ചൊല്ലി എനിക്കത്തെ ഒരു പേടി ഞങ്ങളെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ വേനായിട്ടില്ലേ ഞങ്ങളെ മക്ക ആ സുബൈക്ക് പോകുമ്പോഴത്തേക്കോ അങ്ങനെ നല്ല സുരക്ഷിതമായിട്ട് പോയിട്ട് തിരിച്ചു പിറകുവേനായിട്ട് അങ്ങനെ ആ ചൊല്ലുന്നു കൊടുക്കണ എനിക്കത്തെ ഒന്ന് ജൻ്റെ ദിക്കറും കൂടിയായിട്ട് കിടെ ചൊല്ലി. ഇത് ചൊല്ലിക്ക് മുന്നല്ലോ പല പാരൻസുമാർ ഇണ്ട് ചൊല്ലി എനിക്കത്തെ വലിയൊരു ബേജാറായിട്ടിക്കടെ മക്കങ്ങ ചൊന്നത് കേൾക്കില്ല, മക്കങ്ങ തെറു തപ്പിയോണ്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ ഒന്നുണ്ട് ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെന്നിട്ട് ബൽത്യഗണിക്കത്തെ ഞങ്ങളെ മക്കങ്ങ ചൊന്നത് കേൾക്കില്ല അങ്ങ് തെറു തപ്പഴാണ് കണ്ടെങ്കിൽ അതിനാണ്ട് വലിയ ബേജാറ് വേറെ എന്തിനായിട്ടിക്കടെ ഉള്ളത്. അപ്പം ഞങ്ങളെ മക്കങ്ങ തെറു തപ്പുള്ള കഴിക്കത്തെ ആ റീസൺ എന്തിനായിട്ടിക്കടെ ഞങ്ങൾ ഫസ്റ്റ് നോക്കണം. അപ്പോൾ അത് മെയിനായിട്ട് ഞങ്ങളെ മക്കങ്ങ ഒരു പാരൻസിൽ നിന്നിട്ട് ഉമ്മ ബാപ്പടിയിൽ നിന്നിട്ട് ആഗ്രഹിക്കടെ കണിക്കത്തെ കുറേ കാര്യം കൊണ്ട് ഒരു 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കിടന്ന് ആ ചൊല്ലത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ആ മക്കൾ ഞങ്ങൾ കൊടുക്കുകയാണ് കണ്ടെങ്കിൽ എപ്പോത്തുക ആ മക്കങ്ങ തീർത്തപ്പോൾ യാതൊരു നിലക്കുള്ള ചാൻസേ ഇല്ലാണ്ടായിരിക്കണം. ഒന്നാമത്തേത് മക്കളെ നല്ല ആത്മാർത്ഥമായിട്ട് നല്ല അങ്ങനെ പിരുസാക്കണം. ഞങ്ങൾ പിരുസത്തിലായിട്ട് ഒരാളെ ഞങ്ങൾക്ക് നല്ലാക്കും. അവിടെ ഞങ്ങൾ അർസത്തിൽ പോയതിന് കണ്ടെങ്കിൽ എപ്പോത്തും അങ്ങനെ നേരാക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫാത്തിമ ചൊന്നേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീമായിട്ടിക്കടെ ആ ഫാത്തിമ ഔത്ത് വന്നതിന് കണ്ടെങ്കിൽ ആ ഒരു നെറ്റിക മുത്തം കൊടുത്തിട്ടായിട്ടിക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വീകരിക്കരുത് ആ മോലൊട്ടിയെ കാണ്ടി എനിക്കത്തെ പിരുസേന്ദ്ര നോക്കുക. ഞങ്ങളുടെ ചില ആൾമാർ തിരിച്ചു പോയിട്ട് ഞങ്ങളെ മക്കങ്ങളെ അങ്ങ് മനസ്സറുകൾക്ക് നല്ല പിരുസമുണ്ടോ ഒരു പിരുസ പുറത്ത് കാട്ടിയെന്ന് കണ്ടെങ്കിൽ മക്കങ്ങ ഞങ്ങളെ തലക്ക് പറ്റി തെക്കുവാണ് നിരിക്കടങ്ങ ഉള്ളാർ. അങ്ങനെയല്ല ആക്ച്വലി ആയിട്ട് ആ മക്കൾക്ക് നല്ല പിരുസായിട്ട് ഞങ്ങൾ കൊടുക്കണം. അതങ്ങ് ആ ഒരു സ്കൂൾ പോകേണ്ട സമയത്തിൽ സ്കൂൾ വിട്ട് പോകേണ്ട സമയത്തിൽ ജാവ് കിടക്കുന്ന സമയത്തിൽ അങ്ങനെ ഒന്ന് അരികെ പിടിക്കുക, അങ്ങനെ ആ ഒന്ന് മുത്ത അങ്ങനെ അതേപോലെ അങ്ങനെ ആ ഒരു പിരുസത്തെ ടച്ചിങ് ആ ഒരു മുതു സവറത് അതേപോലെ ആ തലയുടെ മുടിയെല്ലാം ഇങ്ങനെ സവറത് അതെല്ലാം ആ മക്കളൊട്ടി കാട്ടി എനിക്കത്തെ വലിയൊരു പിരുസത്തെ ഭാഗമായിട്ടിക്കടെ. അപ്പം മക്കളൊന്ന് ആത്മാർത്ഥമായിട്ട് നല്ല പിരുസായിട്ടിക്കടെ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവണം. കാരണം അങ്ങനെ മാത്രം ഞങ്ങൾ പിരുസാക്കണമെങ്കിൽ എപ്പോഴും ആ മക്കങ്ങ ഞങ്ങളെ വിട്ടുപോകൂ യാതൊരു നിൽക്കുള്ള ചാൻസ് ഇല്ല. രണ്ടാമത്തെ ഒരു വിഷയം ചൊല്ലത് ആ മക്കൾ നല്ല പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ആക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കാണുമ്പോഴത്തേക്കോ ഞങ്ങളുടെ ഭാഗത്തിൽ നല്ലൊരു പ്രോത്സാഹ നല്ലൊരു സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തിൽ വേണം. അല്ല ഇപ്പോൾ നോക്കും മക്കൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കണമേ പഠിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെ ആക്കി എന്തെങ്കിലും ഒരു ചിത്രമോ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയ ഒരു ഞങ്ങളെ മുട്ട വന്ന് കാട്ടുമ്പോഴത്തേക്കോ അതൊരു ഭയങ്കരമായി ചിലപ്പോൾ അത് അത്ര ചന്തായിട്ടിക്കില്ല അത്ര സമമായിട്ടിക്കില്ല. പക്ഷേ ആ ഒരു എഴുതിയതൊക്കെ വേനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിത്രം ആക്കിയതൊക്കെ വേനായിട്ട് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് നല്ലൊരു പ്രോത്സാഹ നല്ലൊരു സപ്പോർട്ട് നല്ലൊരു പലക്ക ആ മക്കളൊട്ടിക്ക് ഞങ്ങൾ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ആ മക്ക ആ വിഷയത്തിൽ ഇങ്ങനെ എന്തായിക്കോ ഉഷാറായിട്ട് പോകും. അതേ സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ ചൊല്ലുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കോ ഒരു 100-ൽ ഒരു 80 മാർക്ക് എടുത്തിട്ട് ഒരു 20 മാർക്ക് ആയിട്ട് എന്തായിട്ടുള്ളൂ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഫോക്കസ് ആക്കരുത് ആ കുറഞ്ഞ 20 മാർക്ക് ആയിട്ട് ആ ഒരു 20 മാർക്ക് കുറഞ്ഞതൊക്കെ വേനായിട്ട് ഷൗട്ട് ആക്കലും പറയലും എന്തെല്ലാം ചൊല്ലലും കമ്പയർ ആക്കലും ഇതെല്ലാം ഞങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാകത്ത്. കാരണം ആ ഒരു 80 മാർക്ക് എടുത്തല്ലേ എൻ്റെ മോള് അല്ലെ എൻ്റെ മോണോ എടുത്തല്ലേ ചൊല്ലി എനിക്കത്തെ അതുക്കുള്ള ആ ഒരു സപ്പോർട്ട് ആ ഒരു നല്ല പലക്ക
ഞങ്ങൾ മക്ക കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റത്തൊരു എക്സാമ്പിൾ എന്താക്കിടാറ് മക്ക ഇനിയും ഉഷാറാവുക നോക്കിടാറ് ഞങ്ങൾ നോക്കിടത് ആ നെഗറ്റീവായിട്ടുള്ള അങ്ങനെ കുറത്തങ്ങ എന്തിനും ഉണ്ടോ അതിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ഇവിടെ ഞങ്ങൾ ഫോക്കസ് ആക്കുക അങ്ങനെ ഫോക്കസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മക്കങ്ങ എപ്പോഴും നല്ലൊരു തെരുവിൽ ആ മക്കളെ കാണുക സാധ്യമല്ല അതേപോലെ ഞങ്ങളെ മക്കൾക്ക് ഇല്ലാത്ത സ്കിൽ അല്ലെ ഇപ്പോൾ ഒരു എല്ലാവർക്കും എല്ലാ സ്കില്ലും വേണുണ്ടില്ല എല്ലാ വിഷയത്തിലും എല്ലാവരും ഉഷാറാവുകയും ചൊന്നിട്ടുണ്ടെങ്കിൽ അത് സാധ്യമില്ലാത്ത എനിക്കത്തൊരു വിഷയമായിരിക്കട്ടെ അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ആ മക്കളെ കൊണ്ട് സാധിക്കാതെ എനിക്കത്തൊരു വിഷയത്തെ പേരിൽ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടും കുറത്താക്കിക്കൊണ്ടും അങ്ങനെ കീഴാക്കിയും തമാസാക്കിയും ഇരിക്കരുത് എപ്പോഴത്തും സമയം അതേപോലെ ഈനൊരു മക്കളൊട്ടിಗೆ ഞങ്ങളെ മക്കളെ കമ്പയർ ആക്കിയിട്ടുമുണ്ടത് അല്ലെ അവൻ്റെ നോക്കില്ല അവൻ്റെ നോക്കിപ്പെട്ടില്ല അവൻ എത്ര ഉഷാറില്ല ഇങ്ങനെ അവൻ്റെ ഒട്ടിಗೆ കമ്പയർ ആക്കട്ടെ അതൊന്നും തീരാണ്ട് കാരണം അങ്ങനെ ഞങ്ങൾ കമ്പയർ ആക്കുമ്പോഴത്തേക്കോ അവൻ്റെ മനസ്സിൽ ആ മോലെ മനസ്സിൽ ആ അവൻ്റെ ഒട്ടിಗೆ ആരൊട്ടിയായിട്ട് കമ്പയർ ആക്കടെ അങ്ങനെ ഒട്ടിಗೆ അർസായിട്ട് ഉണ്ടാക്കരുത് ചില ആൾമാർ ഒരു ജാഗയിൽ ഞാൻ കേട്ടതായിട്ട് മക്കങ്ങ ബാപ്പര ഒട്ടിಗೆ ഉമ്മ ബാപ്പര ഒട്ടിಗೆ യാതൊരു നിലക്കുള്ള ഫംഗ്ഷന് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒത്തുക്ക് പോയി കേൾക്കില്ല കാരണം എന്തെന്നെങ്കിൽ അവിടെ പോയ സാഹത്തേക്ക് ഈ മക്കളായിട്ട് ദൂരത് ഊണ് എന്തെങ്കിലും ആവില്ല ഊൺ പഠിക്കുക ആവില്ല ഊണെ കൊണ്ട് എന്തെങ്കിലും തെങ്ങിട മറത്ത് പത്ത് പാട്ടോ ഇതൊക്കാവും ചൊന്നിട്ടു ആ മക്കളെ ആൾമാരെ മുന്നിൽ വെച്ചിട്ട് ഒരു കീഴാക്കിടെ തമാശ ആക്കിടെ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ കീഴാക്കിട്ടാകുമ്പോൾ മക്ക ഭയങ്കരമായിട്ട് ഉഷാറായി പോകണ്ടല്ലേ എപ്പോഴത്തും ആ മക്ക ഉഷാറാവില്ല മാത്രമല്ല ഉമ്മ വാപ്പരെ ഒരു പിറുസ ആ മക്കളെ മനസ്സിൽ ഉണ്ടാവലാണ്ട് അതുകൊണ്ട് മക്കൾക്കും ഒരു അഭിമാനം ചൊല്ലിയതുണ്ട് പക്ഷേ ആ അഭിമാനത്തേക്ക് ഞങ്ങൾ ധക്യപറപ്പാട്ടൊക്കെ തീരാ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല കാര്യം ആക്കുമ്പോഴത്തേക്കോ അതൊക്കെ നല്ല നല്ല പ്രോത്സാഹം കൊടുത്തുകൊണ്ട് പോവാം എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണുമ്പോൾ അങ്ങനെ വിഷയം ചൊന്നിട്ട് അതിനെ ഒരു പിടിച്ചിട്ട് നേരിട കണിക്കത്തെ വിഷയം ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുക അപ്പോൾ മക്കൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ഒരു പാരൻസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ല ഉഷാറായിട്ട് പോകേണ്ടതായിരിക്കട്ടെ മൂന്നാമത്തെ ഒരു വിഷയം ചൊല്ലിയത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾക്ക് ടൈം കൊടുക്കണം അല്ലേ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ബിസി ആയിട്ടിക്കട് ഞങ്ങളുടെ മക്കളിലൊന്നും ഉണ്ടുക പോലും ഞങ്ങൾക്ക് ടൈമിൽ ഇടയ്ക്കുന്നാണ് ഒരു പെഞ്ഞായിരൊട്ടിക്ക് എന്താക്കണം അവൾക്ക് ടൈം സ്പെൻഡ് ആക്കണം ചൊല്ലി എനിക്കത്തെ ഒരു പെഞ്ഞായി കൊടുക്കണം ആ വിഷയത്തെ ഒരു വീഡിയോ ആക്കിയിട്ടാ വിഷയം ചൊന്നിട്ടാകുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കാണ്ട് നിങ്ങൾക്ക് പുറുസത്തിക്ക് ഉസ്താദ് ഞങ്ങൾക്ക് അടുത്ത പുറുസത്ത് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈഫ് എത്ര ബിസിയുള്ള എനിക്ക് താലായിട്ടിക്കടെ ആ മക്കളൊട്ടിക്ക് എത്ര ടൈമായിട്ട് ഇവിടെ സ്പെൻഡ് ആക്കിയാണ് മക്കളെ നിങ്ങൾ പലക്ക പറയണോ അങ്ങ് കുറേ വിഷയങ്ങളെ ചൊല്ലുകടെ അതെല്ലാം കേക്ക് അങ്ങനെ നിങ്ങൾ ഓരോ വിഷയം ഇങ്ങനെ പലക്കറി ഇപ്പോൾ സ്കൂൾ വിട്ട് വേണ്ട സമയത്തിൽ അല്ലെങ്കിൽ ഒരു മദ്രസ വിട്ട് വേണ്ട സമയത്തിൽ പല വിഷയം ഞങ്ങൾക്ക് ചൊല്ലുകിക്കട് ആരെയും ചൊല്ലിട്ട് കേൾക്കുകാൽ വേണമല്ലേ ആ പാരൻസും ഇല്ല അല്ല ഔത്തുലില്ല ഉമ്മമ്മ ബാപ്പമ്മ ഓരോ വിഷയങ്ങളെ കേക്ക് അങ്ങ് ചൊല്ലത് ഇങ്ങനെ ചിലപ്പോൾ ആട്ട്പോട്ട് പൊട്ട് വിഷയമായിട്ടിക്കോ പക്ഷെ അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കോ ആ മക്ക് വലിയ സന്തോഷം അതേപോലെ മക്കളിൽ ഞങ്ങൾ കുറേ വിഷയങ്ങൾ അങ്ങനെ പലക്ക പറയുക ഓരോ വിഷയം ആക്കുണായതും ഇന്നത്തെ നടക്കിട കണിക്കത്തെ വിഷയം എന്തെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളിൽ ചൊന്നിട്ടോ അങ്ങനെ കുറേ പലക്ക പറയുക അതേപോലെ അങ്ങനൊട്ടിಗೆ കലിക്ക അല്ലേ ഓരോ മക്കാൻ ചൊല്ലത് അങ്ങ് യാറെ കളിക്കണോണ്ട് ഇഷ്ടപ്പെട്ട് ആരൊട്ടിಗೆ ഇട്ടിക്കടെ സ്വന്തം ഉമ്മ ബാപ്പരൊട്ടിಗೆ ഇട്ടിക്കടെ അതിനാണ് വലിയ സന്തോഷം അങ്ങ് വേറെ ഏതും ഇല്ലാണ്ടായിട്ടിക്കടെ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കുതിരയുടെ പോലെ അല്ലെ മുട്ടും അതേപോലെ കയ്യും നിലത്തിലിങ്ങനെ ദച്ചിട്ടിങ്ങനെ കുതിരയുടെ പോലെ ഇങ്ങനെ ദച്ചിങ്ങനെ പോയോണ്ടിരുന്നു മുതലാറ് ദച്ചോ ഇന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ട് മക്കങ്ങായിട്ട് ദച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെ ഇങ്ങനെ കലിപ്പാട്ട് ആറായിട്ടിക്കടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ലോകത്തെ നേതാവായിട്ടിക്കടെ എന്നിട്ടും ആ മക്കളൊട്ടിಗೆ കലിപ്പാട്ടുകൊണ്ടും ആ മക്കളൊട്ടിಗೆ കളിച്ചോണ്ടും ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇന്തിട്ടായിട്ടിക്കടെ അപ്പം മക്കളൊട്ടിಗೆ ഞങ്ങൾ കളിക്കണം മക്കളൊട്ടിಗೆ ഞങ്ങൾ ടൈം സ്പെൻഡ് ആക്കണം മക്കളൊട്ടിಗೆ ഞങ്ങൾ പലക്ക പറയണോ എന്നേണ്ട കണ്ടെങ്കിൽ എപ്പോഴത്തും അങ്ങ് തെറുത്തപ്പലാണ്ടായിട്ടിക്കടെ നാലാമത്തെ ഒരു വിഷയം ചൊല്ലിയത് മക്കൾ ഒരു ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കാണണോ അല്ലെ ഒരു മക്ക അല്ലെ ഞങ്ങൾ മക്കാണ്ട് വേണം ഇപ്പോൾ വലിയങ്ങായിട്ടുള്ള ഞങ്ങമേ എന്തിനും ഞങ്ങൾ സീക്രട്ട് വിഷയം എന്നേനെ കണ്ടെങ്കിലും ചിലപ്പോൾ ഔത്തു ചൊന്നില്ലാണ് കണ്ടെങ്കിലും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞങ്ങൾ അത് ഷെയർ ആക്കാം കാരണം അത്ര ഒരു ഞങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടിക്കടെ അത്ര ഒരു ഞങ്ങവും അംഗവുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ ആയിട്ടിക്കടെ പക്ഷെ ഇതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഔത്തുൽ നടക്കണേണ്ട കണ്ടെങ്കിൽ ഇപ്പോൾ ബാപ്പരൊട്ടിക്ക് അല്ലെ ഉമ്മരൊട്ടിക്ക് ആ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് ഇക്കിടാണെങ്കിൽ അങ്ങനെ എന്തൊരു ബേജാറിന്നെങ്കിലും അങ്ങ് ചൊല്ലാൽ അങ്ങ് എന്തെങ്കിലും സ്കൂളിൽ പോയി അവിടെ എന്തെങ്കിലും ഉപദ്രായിട്ട് ഇന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഇറിറ്റേഷൻ ആക്കിയിട്ട് ഇന്നേനെ കണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് എന്താക്കിടാറ് ആ ഉമ്മ ബാപ്പടയിൽ അങ്ങ് ചൊല്ലാറ് അങ്ങനെ എന്തൊരു തൊന്തര ഇന്നേനെ അപ്പം ഞങ്ങൾക്ക് അതുക്കുള്ള പരിഹാരം കാണുക ആവുള്ളൂ ഇല്ലെങ്കിൽ അങ്ങ് എന്ത് ചൊല്ലോ പേടിക്കണം കാരണം എന്ത് ബാപ്പ ചൊന്നെങ്കിൽ എന്ത് നിരിക്കുക ഉമ്മ എന്ത് ചെന്ന് നിരിക്കുക പറയുക ഇങ്ങനത്തെ ചൊല്ല എനിക്കത്തെ ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആ മക്ക വന്നെത്തുക അതുകൊണ്ട് മക്കളൊട്ടി എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൽ തങ്ങിക്കണം എന്നേനെ കണ്ടെങ്കിൽ ആ മക്കങ്ങ നല്ല ഉഷാറാവിടാറ് മാത്രമല്ല അങ്ങ് ഞങ്ങളൊട്ടിക്ക് എപ്പോഴും എന്തൊരു വിഷയം ഞങ്ങളൊട്ടിക്ക് എന്താക്കിടാറ് ഷെയർ ആക്കിടാറുണ്ടായിരിക്കണം അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കടെ ചില ആൾമാർ
ഭയങ്കര ഗൗരവമായിട്ട് ഇവിടെ ഔത്തുള്ളൂ മക്കളൊട്ടിക്കൊന്ന് പിറുസത്തിൽ പലക്ക വരിയാൽ എപ്പോൾ നോക്കിയെങ്കിൽ പിലി പോലെ അർസ പോലെ ആയിട്ട് ഇവിടെ ബാപ്പടെ കാണുമ്പോഴത്തേക്ക് മക്ക അപ്പുറത്തെ പോയിട്ടായിരിക്കും കാരണം എന്ത് അത്ര പേടിയായിരിക്കും പിലി എതിർ വെച്ച പോലെ ഇങ്ങനല്ല മക്കളൊട്ടിക്ക് നല്ല നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് ഇക്കുറവുള്ള മക്കളെ ആ ഒരു സന്തോലമേ അങ്ങനെ ഒരു ഭവിഷ്യമേ ചേഞ്ച് ആവണം ചൊല്ലില് യാതൊരു നിൽക്കില്ല ഡൗട്ടും വേണ്ടാണ്ടായിട്ട് അഞ്ചാമത്തെ ഒരു വിഷയം ചൊല്ലിയത് മക്കളെ ഫ്രണ്ട്സിങ് ഇപ്പൊ നമുക്കൊരു സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ മക്കങ്ങ പോയോണ്ടില്ല ഈ മക്കങ്ങ അങ്ങനെ ഫ്രണ്ട്സിങ് ആരും ചൊന്നിട്ടോ നങ്കും ഗൊന്തുബയുണ്ടായിട്ട് കാരണം എന്തേ ഇന്റെ യാറത്തെ തെറുതപ്പിയോണ്ടുള്ളത് മക്കങ്ങ ഫ്രണ്ട്സുമാരെ കാണാൻ കൊണ്ടായിട്ട് അങ്ങനെ കാണാൻ കൊണ്ടായിട്ട് അങ്ങനെ മക്കങ്ങ തെറുതപ്പിയോണ്ടുള്ളത് ഡ്രഗ്സും ഗാഞ്ചത്തും ലഹരികളും എല്ലാം അഡിക്റ്റ് ആയിട്ടുള്ള മൈന് കാണായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നങ്ങനെയല്ലേ അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ നിങ്ങൾ ഒരാൾ അവൻ്റെ ചങ്ങായിയുടെ ആ ഒരു തെരുലായിട്ട് പോകേണ്ടത് അവൻ ആരായിട്ട് ചങ്ങായി പാടാൻ നല്ലവണ്ട് ചങ്ങായി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ നല്ല തെരുളവണ് പോകണ്ട ബെടക്ക് ഒരു മനുഷ്യരൊട്ടിക്ക് അവൻ ചങ്ങായി പാടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെരുലായിട്ട് പോകണ്ട അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങ ചൊന്തു ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ നീ ആരെ ചങ്ങായി ആക്കിടാണ്ട് ഒന്ന് ആലോചന ആക്കിയിട്ട് നീ ചങ്ങായി പാടാക്കിയ മയ്യോ ഇല്ലെങ്കിൽ നീ തെറുതപ്പി പോവാണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയതായിട്ട് ഇവിടെ ഉള്ള കണക്ക് പ്രകാരം യാറത്തെ മക്കങ്ങ ഗാഞ്ചത്തും ഡ്രഗ്സും എഡിക്റ്റ് ആവുകയില്ല മെയിൻ റീസൺ എന്തിനായിട്ട് റിസർച്ച് ആക്കി ആൾമാർ ചൊന്ന വിഷയം എന്തിനെങ്കിൽ ഫ്രണ്ട്സുമാരായിട്ട് അതൊക്കെ കാണാം അതുകൊണ്ട് ഫ്രണ്ട്സുമാർ ആരായിട്ട് കൃത്യമായിട്ട് അതൊരു നമുക്ക് ഗൊന്തുവേണം അതുകൊണ്ട് എത്ര മക്കൾക്ക് ഞങ്ങൾ എപ്പോഴും ചൊന്നു കൊടുത്തോണ്ട് വേണം മോനെ ഇങ്ങനത്തെ ആൾമാർ നീ ചങ്ങായി പാട് ആക്കിയിരണ്ട നീ ഇങ്ങനെ അങ്ങലൊട്ടിക പോയിരണ്ടാണ്ട് കൃത്യമായിട്ട് ഞങ്ങളെ ഓരോ ആ മാർഗദർശനം ആ മക്കളുടെ ഭാഗത്തിൽ ഉണ്ടാവട്ടെ കാരണം എന്തേ നാളെ തെറുതപ്പിൽ പിന്നെ ഞങ്ങൾ ബെർല് കടിച്ചിട്ട് ഉറ് കടിച്ചിട്ട് യാതൊരു നിലക്കുള്ള കാര്യമില്ല അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക ആറാമത്തെ ഒരു വിഷയം ചൊല്ലത് ആ മക്കൾക്ക് ഞങ്ങൾ എപ്പം ദ്വാർന്നോട്ട് വേണം അങ്ങനെ ആ ഒരു ദ്വാർക്കിട് ഞങ്ങൾ നിപ്പാട്ട് തീര എത്ര ദ്വാർന്ന് മയ്യായി തുസ്ത ഒർക്ക നാശായി മരിച്ചു പോയ മയ്യാവാത്തിന് ശാപബെക്കിടെ എനിക്കത്തെ ഫാനസ് മാറുള്ള തീര അല്ലെ ഒരു നാല് ഒരു ഉസ്താദ് എൻ്റെ ചൊന്ന വിഷയമായിട്ടിക്കടെ അതായത് ഹജ്ജിക്ക് പോകേണ്ട സമയത്തിൽ ഉസ്താദ് ഇങ്ങനെ വാത് ചൊല്ലു ആ കാബത്ത് നിങ്ങൾ മുട്ട പോയിട്ട് എന്തിനെ പഠിച്ചോണ്ടെങ്കിലും നിങ്ങൾ ചൊന്നാണ്ട് കണ്ടെങ്കിലും പഠിച്ചോൻ അപ്പം ഉത്തര തണ്ടാണ്ട് ഉസ്താദ് വാത് ഇങ്ങനെ ചൊന്നിട്ടാവോ ആ വാതെല്ലാം തീന്നിട്ട് ആപത്ത് ഒരാൾ വന്നിട്ട് ഉസ്താദിൽ കേക്കിട അയാൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ഭർത്തായത് ഉസ്താദ് നൻ്റെ മോണൊന്നും മരിച്ചു പോട്ടുകൊണ്ട് ആ കാബത്തോടൊന്ന് ദ്വാർക്കമാണ്ട് അപ്പോൾ ഉസ്താദ് കയറി എന്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ദ്വാർക്കരുത് മയ്യായിട്ട് ഉസ്താദ് നൻ്റെ മോൻ്റെ കാണാൻ കൊണ്ടിട്ട് കംപ്ലീറ്റ് നൻ്റെ മര്യാദ പോയിട്ട് നൻ്റെ ഇസ്സത്ത് പോയിട്ട് ഒരു ചൊന്നും ചൊൽത്തും ഇല്ലാത്ത കടിക്കത്തെ ഒരു ചെറുക്കായി പോയ നൻ്റെ മോൺ ആ ബേജാറായിട്ടിക്കട് അതുകൊണ്ടായിട്ടിക്കട് നാണ് അവിടെ പോയിട്ട് ദ്വാരക്കെട്ടാണ് കേട്ടോ അപ്പോൾ ഉസ്താദ് കേൾക്കട് അതിനാണ്ട് നിനക്ക് നല്ലത് നൻ്റെ മോണൊന്ന് നല്ലാക്ക് റബ്ബേ ചൊന്നിട്ട് അങ്ങനെ ദ്വാരക്കല്ലേണ്ട് ആ ഉസ്താദ് അയാളിൽ ചൊന്തുകൊണ്ടായിട്ടിക്കട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും മക്ക എന്തിനു കാക്കട്ടെ എപ്പോഴും അങ്ങനെ ഒരു നല്ല തണുത്തുക വേനായിട്ട് അങ്ങനെ ഒരു നല്ല തെറുക്കെത്തുക വേനായിട്ട് ശാപ വെച്ചിരണ്ട് ദ്വാർക്കൂടായിട്ടിക്കട് ഞങ്ങൾ ആക്കുണായത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടി ഒരു ദ്വാ ഇല്ലേ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ പടച്ചോനെ നന്റെ മക്കൾ നീ സ്വാലിഹീങ്ങളാക്കും നന്റെ കണ്ണ് കുളിർമക സന്തോഷതന്റെ ഗണിക്കത്തെ നല്ല മക്കാവണം ചൊന്ന ഗണിക്കത്തെ ഒരു ദ്വാമി പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാടില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ദ്വാ എപ്പോൾ ഏതുപോലെ ചൊന്നെങ്കിൽ ഒരു നബി അയാൾ ഉമ്മത്തുക്ക് സമുദായത്തുക്ക് വേനായിട്ട് ദ്വാർക്കിട പോലെ ആയിട്ട് ഒരു ഉമ്മ ബാപ്പ മക്കൾ വേനായിട്ട് ദ്വാർക്കിടേണ്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ മക്കളെ അവർ നല്ല തണക്ക് വേനായിട്ട് നല്ല തെറുക്ക് വേനായിട്ട് എപ്പോഴും നിരന്തരമായിട്ട് ഉമ്മ ബാപ്പ ദ്വാർക്കുന്നുണ്ടായിട്ട് അതേപോലെ ഇനൊരു വിഷയം ചൊല്ലത് അല്ലെ ഞങ്ങളെ മക്കങ്ങ നല്ല പഠിക്കോ വേനായിട്ട് അങ്ങനെ നല്ല ചിന്താശക്തി അതേപോലെ പഠിക്കുന്ന വിഷയത്തിൽ നല്ല ആവേശ ഒരു മടിയും ഇല്ലാണ്ടിക്കോ വേനായിട്ട് ഒരു മഗ്രിബിയുടെ സമയത്തിൽ ഒരു ഗ്ലാസ് തന്നി എടുത്തിട്ട് അല്ലെ ഒരു 7 ബട്ട സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹകീം ചൊല്ലണിക്കത്തെ ഈ ഒരു പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാട്ടി കണിക്കത്തെ ആ ഒരു ആയത്ത് അതൊരു ദിക്റും കൂടിയായിട്ട് അപ്പോൾ അതൊരു 7 ബട്ട എന്താക്കുക അത് ചൊല്ല എന്നിട്ട് ഈ ഒരു തന്നി കൂത അതിൽ പിന്നെ ഒരു 7 ബട്ട അലം നശ സൂറത്തുൽ ഇൻഷിറ അലം നശ്റ
യശ്റഹ് ലക സദറക്. ഈ ഒരു സൂറത്ത് 7 വട്ടം ഓതിട്ട് ആ തന്നികൂത. പിന്നെ ഒരു 7 വട്ടം യാ ദൽ ജലാലി വൽ ഇക്റാം, ഇതും ഒരു 7 വട്ടം ചൊന്നിട്ട് ആ തന്നികൂതിട്ട് ആ മക്ക നിങ്ങൾ ഒരു 41 നാൾ കൊടുക്കണാണ് കണ്ടെങ്കിൽ ആ മക്കങ്ങ പഠിക്കുന്ന വിഷയത്തിൽ നല്ല ആവേശ, നല്ല ബുദ്ധിശക്തി, നല്ല നെനപ്പ് ശക്തി ആ മക്കൾക്ക് ഉണ്ടാവണുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ ഞങ്ങളെ മക്കങ്ങ സുബൈക്ക് ആ സ്കൂളിൽ പോയിട്ട് തിരിച്ചു പണ്ട് കൊടുത്തോല അങ്ങ് യാതൊരു നിൽക്കൂല തൊന്തര പറയാണ്ടിക്കോബേനായിട്ട് അങ്ങ് അതാ സ്കൂളിൽ ആ ഉത്തര പർത്താമത്തുക ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ഒരു ദിക്ർ ഞങ്ങൾ എന്താക്കി ചൊല്ല. അതേപോലെ ഒരു ആയത്തുൽ കുർസി അങ്ങ് ഓതുകാട് അങ്ങ് ഓതട്ടെ, അല്ലെ ഞങ്ങൾ ഒന്ന് ഓതിട്ട് അങ്ങനെ ആ ഒരു തലമേലൊന്ന് ഊത. അതേപോലെ അങ്ങനെ പെരടിയുടെ ഭാഗത്തിന് കൈപിടിച്ചിട്ട് യാ ഹഫീദു യാ ഹഫീദു യാ ഹഫീദു ഒരു 12 വട്ടം ചൊല്ല. അതേപോലെ യാ റഖീബു യാ റഖീബു യാ റഖീബ് ഇതൊരു 12 വട്ടം പെരടിയുടെ ഭാഗത്ത് പിടിച്ചിട്ട് എങ്ങനെ എന്താക്കുക ചൊല്ല. എന്നിട്ട് ആ മക്കളെ സ്കൂളിൽ കടത്തുകയാണ് കണ്ടെങ്കിൽ അങ്ങ് യാതൊരു നിലക്കുള്ള തൊന്തര ഉണ്ടാവില്ല. ചന്തത്തിൽ പോയിട്ട് ചന്തത്തിൽ അങ്ങ് തെറുത്തപ്പാട്ട് നല്ല രൂപത്തിൽ അങ്ങ് ഒത്തുക വന്ന് എത്തുവാറിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ ഈ വിഷയത്തിൽ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കളുടെ വിഷയത്തിൽ നല്ലോണം ഗമനം നിങ്ങൾക്ക് വേണോട്ട് ഒന്നും കൂടി നിങ്ങൾ നാം നെനപ്പാക്കിക്കൊണ്ടല്ലേ. അതേപോലെ ഇൻഷാ അല്ലാഹ് ഈ ഒരു തിങ്കൾ 28 താരീഖായിട്ടിക്കടെ ഞങ്ങൾ ഫസ്റ്റ് ഈ വർഷത്തെ ഫസ്റ്റ് ഉംറ പാക്കേജ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും പണ്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് ആവും. പടച്ചോ നിങ്ങൾക്ക് ഹജ്ജ് ഉംറയും മദീന സിയാറത്താക്കും. പടച്ചോ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.